പ്രിയപ്പെട്ട കുട്ടികളെ, ഒമ്പതാം തരം ഹിന്ദി ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഒന്നാമത്തെ പാഠം പുൽ ബനിധി മാം എന്ന് പറയുന്ന കവിതയാണ് പഠിച്ചു കൊണ്ടിരിക്കുന്നത്. നരേന്ദ്ര പുണ്ടരീക് എന്ന് പറയുന്ന ഹിന്ദി സാഹിത്യകാരൻ്റെ ഈ കവിതയിൽ വാർദ്ധക്യത്തിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തെ 3 ഖണ്ഡികകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി 4ാമത്തെ ഖണ്ഡിക നോക്കാം. ഹാത്തോം ഹാത്ത് രഹ്തി മാം एक दिन हमारे कंधों में आ गई, धीरे धीरे महसूस करने लगे हम अपने वृषभ कंधों में माम का भारी होना. അപ്പോൾ ആദ്യത്തെ ഖണ്ഡികയിൽ പറഞ്ഞിരിക്കുന്നത് കുട്ടിക്കാലത്ത് അമ്മയാകുന്ന പാലത്തിലൂടെ മക്കളുടെ ജീവിതമാകുന്ന തീവണ്ടി കാര്യമായ നിയന്ത്രണങ്ങളൊന്നും കൂടാതെ തമ്മിലടിക്കാതെ വളരെ സ്നേഹത്തോടുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരുന്നു. പക്ഷേ 2ാമത്തെ ഖണ്ഡികയിൽ പറഞ്ഞിരിക്കുന്നത് അച്ഛൻ്റെ മരണത്തിന് അതിനുശേഷവും ഞങ്ങളുടെ ജീവിതത്തിൽ പാലമായിരുന്ന, ഞങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചിരുന്ന കണ്ണിയായിരുന്ന അമ്മ അവർക്ക് വയസ്സാവുന്നതിനനുസരിച്ച് അവരുടെ ശരീരവും മനസ്സും ക്ഷീണിക്കാൻ തുടങ്ങി. അപ്പോൾ കുട്ടികൾക്ക് മനസ്സിലായി അമ്മക്ക് വയസ്സാവുകയാണ്, അമ്മ വൃദ്ധയാവുകയാണ്. അടുത്ത ഖണ്ഡികയിൽ പറയുന്നത് മാം കെ ബാർ ബാർ कहने को हम मानकर चलते रहे उसके बूटे होने की आदत और अपनी हर आवाज़ में धीरे धीरे टूटती रही माम. അമ്മ ഒരേ കാര്യം തന്നെ വീണ്ടും വീണ്ടും പറയുന്നത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി അത് അവരുടെ വയസ്സാവുന്നതിൻ്റെ ഒരു സ്വഭാവമാണ്, ലക്ഷണമാണ്. अपनी हर आवाज़ में धीरे धीरे टूटती रही माम. അമ്മയുടെ ഓരോ ശബ്ദത്തിലും അമ്മക്ക് വയസ്സാവുന്നത് ഞങ്ങൾക്ക് മനസ്സിലായി. ഹാത്തോം ഹാത്ത് രഹ്തി മാം ഏക് ദിൻ ഹമാരെ കന്ധോं में आ गई, धीरे धीरे महसूस करने लगे हम अपने वृषभ कंधों में माम का भारी होना. ഹാത്തോം ഹാത്ത് രഹ്തി മാം, ഹാത്തോം ഹാത്ത് രഹ്ന ഐക്യത്തോടെ ജീവിക്കുക, പിന്നെ സ്വാശ്രയത്തോടെ സ്വന്തം കാര്യങ്ങൾ സ്വയം നോക്കി ജീവിക്കുന്ന അമ്മ, എല്ലാവരും ആ മക്കളുടെ കൂടെ സ്നേഹത്തോടെ ജീവിച്ചിരുന്ന അമ്മ. ഏക് ദിൻ ഹമാരെ കന്ധോമേ ആകയി, ഒരു ദിവസം ഞങ്ങളുടെ കന്ധോമേ ആകയി, ചുമലിലേക്ക് വന്നു. കന്ധോമേ ആന എന്ന് പറഞ്ഞാൽ അമ്മയെ നോക്കാനുള്ള ഉത്തരവാദിത്വം മക്കളുടെ ചുമലിലേക്ക് വന്നു. അത്രയും കാലം മക്കളെ നോക്കിയിരുന്ന, മക്കളുടെ കാര്യങ്ങൾ ശ്രദ്ധിച്ചിരുന്ന അമ്മക്ക് സ്വന്തം കാര്യം ചെയ്യാൻ പറ്റാതായപ്പോൾ മക്കളുടെ ആശ്രയത്തിലേക്ക്, മക്കളുടെ കീഴിലേക്ക് വന്നു. കന്ധ എന്ന് പറഞ്ഞ ചുമൽ. അപ്പോൾ നമ്മൾ സാധാരണ ഭാരം വഹിക്കാൻ ചുമലുകളാണ് ഉപയോഗിക്കുന്നത്, അല്ലേ? ചാക്കൊക്കെ പുറത്ത്, കന്ധ പുറം, ചുമൽ അവിടെ വെച്ചിട്ടാണ് വഹിക്കുക. അപ്പോൾ ഇവിടെ മക്കളുടെ ചുമലിലേക്ക് വന്നു എന്ന് പറഞ്ഞാൽ അമ്മയെ നോക്കാനുള്ള ഉത്തരവാദിത്വം മക്കളുടെ ചുമലിലായി. ധീരെ ധീരെ മഹസൂസ് കർണേ ലഗേ ഹം, ധീരെ ധീരെ മെല്ലെ മെല്ലെ, മഹസൂസ് കർണേ ലഗേ, മഹസൂസ് കർണ അനുഭവിക്കുക, തോന്നുക, ഞങ്ങൾക്ക് തോന്നാൻ തുടങ്ങി. കർണേ ലഗേ ഹം ഞങ്ങൾക്ക്. അപ്പനെ വൃഷഭ് കന്തോമേ, ഞങ്ങളുടെ വൃഷഭ് കന്ത, സശക്ത് കന്ത, ശക്തമായ ചുമലുകളിൽ, മാം കാ ഭാരി ഹോന, അമ്മയുടെ കനം കൂടുന്നതായി തോന്നി എന്ന് പറഞ്ഞാൽ അമ്മയെ നോക്കാൻ പറ്റാണ്ടായി തുടങ്ങി. അപ്പോൾ മക്കൾ ചെറുപ്പക്കാരാണ്, അവരുടെ ചുമലുകൾ അവർക്ക് സശക്തമാണ് എന്ന് പറഞ്ഞാൽ അവർക്ക് അമ്മയെ നോക്കാനുള്ള എല്ലാ സൗകര്യമുണ്ട്. അപ്പോൾ വൃഷഭ് എന്ന് പറഞ്ഞാൽ കാള. നമുക്കറിയാം വയലുകൾ ഉഴുതുമറിക്കാൻ വേണ്ടിയിട്ട് കാളയുടെ ചുമലിൽ നുകം വെച്ചിട്ടാണ് ഉഴുതുമറിക്കുക, അല്ലേ? അപ്പോൾ നമ്മൾ പുറം ചുമൽ കൊണ്ടാണ് അധ്വാനം അല്ലെങ്കിൽ സാധനങ്ങൾ വഹിക്കുന്നത്, ചുമക്കുന്നത്. പുൽബനിധി മാം നരേന്ദ്ര പുണ്ടരീക്. माम के बार बार कहने को हम मानकर चलते रहे उसके बूटे होने की आदत और अपनी हर आवाज़ में धीरे धीरे टूटती रही माम. हाथों में हाथ रहती माम एक दिन हमारे कंधों में आ गई, धीरे धीरे महसूस करने लगे हम अपने वृषभ कंधों में माम का भारी होना. अर्थ बार बार कहना, ഒരേ കാര്യം തന്നെ വീണ്ടും വീണ്ടും പറയുക. ബാർ ബാർ വീണ്ടും വീണ്ടും. മാനന കരുതുക, അംഗീകരിക്കുക. ഉസ്കെ അവരുടെ, വഹ് പ്ലസ് കെ ഉസ്കെ. അപ്പോൾ ഇവിടെ വഹ് എന്ന് പറയുന്ന സർവനാമവും കെ എന്ന് പറയുന്ന പരസർഗവും ചേർന്നിട്ടാണ് വഹ് പ്ലസ് കെ ഉസ്കെ അവരുടെ. ബൂഠ ഹോന വയസ്സാവുക. ബൂഠ എന്ന് പറഞ്ഞാൽ വൃദ്ധൻ, വൃദ്ധ.
ബൂഠ വൃദ്ധൻ, ബൂഠി വൃദ്ധ. ആദത്ത് സ്വഭാവം, ഹർ ഓരോ, ആവാസ് എന്ന് പറഞ്ഞാൽ ശബ്ദ്, ജാ എന്നുള്ളതിൻ്റെ അടിയിൽ കുത്തിട്ട് ആവാസ്. ധീരെ ധീരെ, മെല്ലെ മെല്ലെ. ടൂട്ടന പൊട്ടുക, നമ്മൾ മുമ്പേ ചർച്ച ചെയ്ത വാക്കാണ്. ദുർബൽ ഹോന, കംസോർ ഹോന, ക്ഷീണിക്കുക, തകരുക. ഹാത്തോം ഹാത്ത് രഹന, സ്വന്തം കാര്യം സ്വയം നോക്കുക. കന്ധോമേ ആന, ദായിത്വ ആന, ആശ്രയമേ ആന. അപ്പോൾ മക്കളുടെ ചുമലിലേക്ക് വന്നു എന്ന് പറഞ്ഞാൽ അമ്മയെ നോക്കാനുള്ള ഉത്തരവാദിത്വം മക്കളുടെ ഭാരമായി തീർന്നു, അവരുടെ കടമയായി തീർന്നു. മഹസൂസ് കർണ, അനുഭവ് കർണ, തോന്നുക. വൃഷഭ് കന്ധ, സശക്ത് കന്ധ, ശക്തമായ ചുമലുകൾ. മാംക ഭാരി ഹോന, അമ്മ ഒരു ഭാരമായി തോന്നുക. ഇനി ചോദ്യങ്ങളുടെ ഉത്തരം. ധീരെ ധീരെ ടൂട്ടുത്തി രഹീസെ ആപ്പ് ക്യാ സമജ്തേ ഹേ, മെല്ലെ മെല്ലെ തകരുന്നു എന്നുള്ളതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? യഹാം ധീരെ ധീരെ ടൂട്ടുത്തി രഹി കാ മത്ലബ് ഹേ ധീരെ ധീരെ കംസോർ ഹോത്തി ഗയി, ബൂട്ടി ഹോത്തി ഗയി. മെല്ലെ മെല്ലെ ക്ഷീണിക്കാൻ തുടങ്ങി, വയസ്സാവാൻ തുടങ്ങി. യഹാൻ ടൂട്ടന കാ മത്ലബ് ക്യാ ഹേ? യഹാൻ ടൂട്ടന കാ മത്ലബ് ഹേ കംസോർ ഹോന, ബുജുർഗ് ഹോന, ഉമ്ര ബഡ്ന. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചാണ് ഉമ്ര ബഡ്ന. അപ്പോൾ ഇവിടെ കംസോർ എന്ന് പറഞ്ഞാൽ ക്ഷീണം, ദുർബലത. ബുജുർഗ് എന്ന് പറഞ്ഞാൽ പ്രായമാവുക, മുതിർന്ന് ആളായിത്തീരുക, പ്രായം കൂടിക്കൂടി വരിക. ബുഠാ രഹന സെ ആപ്പ് ക്യാ സമജ്തേ ഹേ? ബുഠാ രഹന, ബുഠാ രഹന കാ മത്ലബ് ഹേ ബൂട്ടാ ബന്ന, വയസ്സാവുക, യാ ബുജുർഗ് ബന്ന, പ്രായമാവുക. യഹാ മാം കാ ബാർ ബാർ കഹന കിസ്കാ ലക്ഷൺ മാൻ സക്തേ ഹേ? ഒരേ കാര്യം തന്നെ നമുക്ക് ഈ ഓർമ്മകേട് കൊണ്ട് വീണ്ടും വീണ്ടും പറയുന്നതിന് ബാർ ബാർ കഹന എന്ന് പറയും. അപ്പോൾ ഇത് ഏതിൻ്റെ ലക്ഷണമാണ്? വീണ്ടും ഒരു കാര്യം തന്നെ ഓർമ്മയില്ലാണ്ട് വീണ്ടും വീണ്ടും പറയുന്നത്. ബൂട്ടാ ഹോത്തേ സമയ ഉൻകെ വ്യവഹാർമേ കുച്ച് പരിവർത്തൻ എന്ന് പറഞ്ഞാൽ മാറ്റം. ഹോത്തേ രഹത്തെ ഹേ. ബാർ ബാർ കഹന ബി ഇസി പ്രകാർ കാ ഏക് പരിവർത്തൻ മാൻ സക്തേ ഹേ. വീണ്ടും വീണ്ടും പറയുന്നത് വാർദ്ധക്യത്തിൻ്റെ ബുഢാപ്പ കാ ഏക് ലക്ഷൺ ഹേ. ഹാത്തോം ഹാത്ത് രഹന മാനെ ക്യാ ഹേ? യഹാം ഹാത്തോം ഹാത്ത് രഹന കാ മത്ലബ് ഹേ മാം കാ ഉൻകെ ബേട്ടോം കെ സാത്ത് ബഡേ പ്യാർ ലേക്കർ ഔർ ദേക്കർ രഹന. മക്കളോടൊപ്പം വളരെ സ്നേഹത്തോടെ, അല്ലെ, സ്നേഹം കൊടുത്തും സ്വീകരിച്ചും ഐക്യത്തോടെ ജീവിക്കുന്നതിനാണ് ഹാത്തോം ഹാത്ത് രഹന എന്ന് പറയുന്നത്. മറ്റൊരർത്ഥം സ്വന്തം കാര്യം സ്വയം നോക്കി സ്വാശ്രയമേ രഹന എന്നും അർത്ഥമുണ്ട്. യഹാം കന്തോമേ ആനാസെ ആപ്പ് ക്യാ സമജ്തേ ഹേ? ചുമലിലേക്ക് വന്നു എന്നുള്ളതിൽ നിന്ന് നിങ്ങൾ എന്താ മനസ്സിലാക്കിയത്? യഹാം കന്തോമേ ആന കാ മത്ലബ് ആശ്രയമേ ആന യാ കിസിക്കെ സംരക്ഷൺമേ ആന. അപ്പോൾ ഇവിടെ കന്തോമേ ആന എന്ന് പറഞ്ഞാൽ സംരക്ഷൺമേ ആന, മക്കളുടെ സംരക്ഷണത്തിലേക്ക് വന്നു. ഏക് ദിൻ ഹമാരെ കന്ധോമേ ആ ഗയി എന്ന് പറഞ്ഞാൽ എന്താണ്? മാം ഏക് ദിൻ ബച്ചോങ്കെ ആശ്രയമേം അല്ലെങ്കിൽ സംരക്ഷൺമേം ആ ഗയി. വൃഷഭ് കന്തോമേം ഭാരി ഹോന സേ ആപ്നെ ക്യാ സമജ്ജാ? ഇതിൽ നിന്ന് നിങ്ങൾ എന്താ മനസ്സിലാക്കിയത്? സാരി ജിന്ദഗി ബച്ചോं के लिए जीने वाली माँ बुढ़ापे में बच्चों के लिए भार बन गई. അപ്പോൾ ജീവിതം മുഴുവൻ മക്കൾക്ക് വേണ്ടി ജീവിച്ച അമ്മ വാർദ്ധക്യത്തിൽ മക്കൾക്കൊരു ഭാരമായി തീർന്നു. വൃഷഭ് കന്ത കിസ്കാ ഹേ? ऐसा क्यों कहा गया है? വൃഷഭ് യാനെ ബൈൽ ബഹുത് മസ്ബൂത്ത് ജാൻവർ ഹോത്താ ഹേ. വൃഷഭ് അതായത് കാള വളരെ പരുക്കനായ ശക്തിമാനായ ജാൻവർ മൃഗമാണ്. മസ്ബൂത്ത് നല്ല ഉറച്ച കാഠിന്യമുള്ള കടുപ്പക്കാരനായ ശക്തനായ ഒരു മൃഗമാണ്. ഇസിലിയെ ഉസ്കാ കന്താബി മസ്ബൂത്ത് ഹോത്താ ഹെ. അതുകൊണ്ട് അവൻ്റെ തോള് ചുമലും വളരെ ശക്തമാണ്. ബൂട്ടെ ലോഗോങ്കി തുൽനാമേ വയസ്സായവരെ അപേക്ഷിച്ച് ബേട്ടോങ്കെ കന്തേ ജ്യാദാ മസ്ബൂത്ത് ഹോത്തേ ഹെ. മക്കളുടെ ചുമല് കൂടുതൽ ശക്തിയുള്ളതാണ്. യഹാം ബേട്ടേക്ക കന്ത വൃഷഭ് കന്ത ഹെ. ഇവിടെ മക്കളുടെ കന്തയാണ് വൃഷഭ് കന്ത, സശക്ത് കന്ത. ഇസ് ഖണ്ഡ് കാ ആശയ ലിഖോ. ഏക് ഹി ബാത്ത് കോ മാം ബാർ ബാർ കഹനെ ലഗി. ഒരേ കാര്യം തന്നെ അമ്മ വീണ്ടും വീണ്ടും പറയാൻ തുടങ്ങി. ബच्चे इस आदत को उनके बढ़ते हुए बुढ़ापे की निशानी मानकर जीने लगे. മക്കൾ ഈ ഒരു സ്വഭാവത്തെ അവരുടെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കൂടിക്കൊണ്ടിരിക്കുന്ന വാർദ്ധക്യത്തിൻ്റെ നിശാനി, അടയാളം, ലക്ഷണം ആയി കരുതി ജീവിക്കാൻ തുടങ്ങി. ഉസ്കി ആവാസ് കംസോർ ഹോത്തി രഹി.
അവരുടെ ശബ്ദം വിറക്കാൻ തുടങ്ങി, ദുർബലമാകാൻ തുടങ്ങി. വഹ് ധീരെ ധീരെ ദുർബൽ ഹോത്തി രഹി, അവർ മെല്ലെ മെല്ലെ ക്ഷീണിക്കാൻ തുടങ്ങി. ബച്ചോങ്കെ പ്രതി പ്യാർ ഓർ ദുലാർ രഖ്നെ വാലി മാം, മക്കളോട് സ്നേഹവും ദുലാർ വാത്സല്യവും വെച്ചിരുന്ന അമ്മ, ഏക് ദിൻ ബച്ചോങ്കെ ആശ്രയമേം സംരക്ഷണമേ ആകയി, മക്കളുടെ സംരക്ഷണത്തിലായി തീർന്നു. ധീരെ ധീരെ മെല്ലെ മെല്ലെ ബച്ചോങ്കെ സശക്ത് കന്തോമേം വൃഷഭ് കന്തോമേം മാം ബോജ് ബൻ ഗയി, അങ്ങനെ അമ്മേനെ നോക്കി നോക്കി മെല്ലെ മെല്ലെ മക്കൾക്ക് മടുക്കാൻ തുടങ്ങി. അമ്മ അവർക്കൊരു ബോജ് ഭാരമായി തീർന്നു. അപ്പോൾ നമ്മൾ ഈ ഖണ്ഡികേൻ്റെ അർത്ഥം വിശദീകരണം ഇവിടെ തീർന്നു. ബാക്കി അടുത്ത ക്ലാസ്സിൽ.